ഇപ്പൊ പിള്ളേര് പാട്ട് പാടല്ല, ഭ്രാന്തായാലെന്ത് രസം അല്ലേ? എല്ലാത്തിനും ഇപ്പം സൂഫിസം. ഇപ്പൊ എല്ലാത്തിനും സൂഫി. ഞാൻ ഈ പാട്ടിനെതിരെ പ്രസംഗിച്ചു. പാട്ട് പാടിയവനെ അല്ല ഞാൻ പ്രസംഗിച്ചേ. ഭ്രാന്തായാൽ എന്ത് രസമെന്ന് പാടിയവനെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓൻ ഏതോ ഹാലി പാടി, അത് പോട്ടെ. പക്ഷെ നിന്റെ മോള് പാടുന്നത് ഏത് ഹാലിലാ? നിസ്കാരപ്പായിലിരുന്നിട്ട് ഭ്രാന്തായ എന്ത് രസമെന്ന്. എവിടെ? നിസ്കാരപ്പായിലിരുന്നിട്ട്. ഭ്രാന്ത് വന്നവനല്ലേ അവന്റെ അവസ്ഥ അറിയത്തുള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇപ്പൊ എല്ലാരും അതിന്റെ പുറകിലാ. സൂഫിസം. സൂഫി ആരാണെന്നെങ്കിലും നിനക്കൊക്കെ അറിയോ? യഥാർത്ഥത്തിൽ ഒരു സൂഫി ആരാണെന്നെങ്കിലും അറിയോ ചങ്ങായി? മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഒരു സൂഫി മനുഷ്യനാ അത്തിപ്പറ്റ ഉസ്താദ്. അവരൊക്കെ എത്ര പാട്ടും പാടിയാ നടന്നേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 അറിവ് പഠിച്ചു. ഒന്നാമത് പഠിച്ച അറിവെന്താ? ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തു പറയണം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ്. രണ്ടാമത് പഠിച്ച അറിവെന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത്? മൂന്നാമത് പഠിച്ച അറിവെന്താ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ആ സബ് ജൂനിയർ വിഭാഗത്തെ ഒന്ന് പിടിച്ചോ താത്ത. ഇപ്പോഴാണെങ്കിൽ നിനക്ക് കിട്ടും, ഇത്തിരി കഴിഞ്ഞ പാടാ. ഇപ്പൊ പിടിച്ചോ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യമെന്താ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖശീൻ. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. വകാനൂ ലനാ ഖശീൻ. അവർക്ക് പടച്ചവനെ വല്ലാത്ത പേടിയാണ്. അല്ലാഹുവിനെ പേടിയുള്ള ആരാവുള്ളത്? ഈ വാഴ പറയുന്ന ഞാനാകട്ടെ, ഈ വാഴ കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാഴിന്റെ ആവശ്യമുണ്ടോ സഹോദരാ? നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. താടിയും തഴമ്പുള്ള ഒരാളോട് അല്ലാഹ് ആരാണെന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയോ? ഈ ലോകം പടച്ചവൻ അല്ലാഹുവാണ്, ജനിപ്പിച്ചവൻ അല്ലാഹുവാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഇങ്ങനെ കേവലം 10 വാക്കല്ലാതെ അതിനപ്പുറത്ത് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആർക്കാ അറിയുന്നത്? അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണമടോ. ഒരു